ഹൈക്കോടതിയിൽ ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി പുതിയതായി നിയമിച്ച സ്പെഷ്യൽ പ്ലീഡർ കെ.ബി. പ്രദീപ് രാജിവെച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിക്കൂട്ടിലുള്ള ചെന്നൈയിലെ സ്വർണം പൂശൽ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന കെ.ബി. പ്രദീപിനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വൻ വിവാദമായ സാഹചര്യത്തിലാണ് നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടത്. അധികാരമേറ്റ ആദ്യ നാളുകളിൽ തന്നെ കൃത്യമായ കൂടിയാലോചനകളോ പരിശോധനകളോ ഒന്നുമില്ലാതെ ഇത്തരമൊരു വിവാദ നിയമനം നടത്തിയത് പുതിയ സർക്കാരിന്റെ വലിയ ജാഗ്രതക്കുറവായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഭരണകൂടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത് മുന്നണിക്കുള്ളിലും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. കേസിൽ ദേവസ്വം ബോർഡിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ട പ്ലീഡർ പദവിയിലേക്ക് കേസിൽ പ്രതിസ്ഥാനത്തുള്ള കമ്പനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്ന അഭിഭാഷകനെ തന്നെ തെരഞ്ഞെടുത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് പരക്കെ ആക്ഷേപമുയർന്നു കഴിഞ്ഞു. ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് മുഖ്യമന്ത്രി അടിയന്തരമായി തന്നെ ഇടപെട്ടത്. ഈ നിയമനം സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും അതിനാൽ അടിയന്തരമായി ഇദ്ദേഹത്തെ പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. വകുപ്പ് തലത്തിലുണ്ടായ ജാഗ്രതക്കുറവ് തിരുത്തണമെന്ന നിലപാടിലായിരുന്നു മന്ത്രി. മന്ത്രിയുടെ ആശങ്കയും പൊതുസമൂഹത്തിലുണ്ടായ വികാരവും കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തര തീരുമാനമെടുത്തത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് കെ.ബി. പ്രദീപിനോട് പദവി ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. യു.ഡി.എഫ് കോൺഗ്രസ് നേതാക്കൾ ഈ നിയമനത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. വൻ കൊള്ള നടന്ന കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ നിയമനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിയമനത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച പ്രതിപക്ഷ നേതാക്കൾ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭരണകൂടത്തിന്റെ തണലിൽ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വന്നതും. പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ വലിയൊരു ആയുധമായി ഈ വിവാദം മാറുകയായിരുന്നു. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് പുറമെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് നിലവിൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘവും ഈ നിയമനത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കേസിന്റെ സുഗമമായ മുന്നോട്ടു പോക്കിനെ ഇത് ബാധിക്കുമെന്നാണ് SITയുടെ വിലയിരുത്തൽ. പ്രതിഭാഗം അഭിഭാഷകൻ തന്നെ ദേവസ്വം പ്ലീഡർ ആകുന്നത് വരും ദിവസങ്ങളിൽ കേസ് ഡയറിയും മറ്റ് നിർണായക വിവരങ്ങളും ചോരുന്നതിനും അതുവഴി കേസ് അട്ടിമറിക്കപ്പെടുന്നതിലേക്കും നയിക്കുമെന്ന ഗുരുതരമായ സംശയമാണ് അന്വേഷണ സംഘം ഔദ്യോഗിക വൃത്തങ്ങളെ അറിയിച്ചത്. അതേസമയം സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഈ വിവാദം ഒഴിവാക്കാമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടലിലൂടെ രാജി ഉറപ്പാക്കിയതോടെ താൽക്കാലികമായി വിവാദങ്ങൾക്ക് അറുതിയാകുമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ.